Laddies and gentlemen, welcome to Shamsi for Tech. ഇന്ന് ഞാൻ വീണ്ടും ടെക് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പറയാണ്ട് അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസിന് വേണ്ടി ലൈക്ക് അടിക്കുക, പിന്നെ അതേപോലെ കമൻറ്റ് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇന്ന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സൈഡിൽ നിന്ന് 25 ലൈക്കാണ് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പറയുകയാണ്, എല്ലാവരോടും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് ഹുവാവിയുടെ സൈഡിൽ നിന്നാണ്. ഹുവാവി അവരുടെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഹാർമണി OS 4ൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 60 മില്യൺ യൂസേഴ്സ് ഇപ്പോൾ നിലവിൽ കടന്നിരിക്കുകയാണ്. അതും വെറും 2 മാസത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങളെ മുന്നിൽ അറിയിക്കണം എന്ന് തോന്നി, ഷെയർ ചെയ്യണം എന്നൊക്കെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദം ഫോർ വാട്ട് ദേ ഹാവ് ഡൺ ദിയർ അച്ചീവ്മെൻറ്റ്. രണ്ടാമത്തെ ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാൽകോം ഒരു രണ്ട് പുതിയ പ്രോസസ്സേഴ്സ് വരാൻ പോകുന്നുണ്ട്. അതും അവരുടെ VR ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് അവർ റിലീസ് ചെയ്യാൻ പോകുന്നത്. മെറ്റാക്കൊക്കെ വേണ്ടിയിട്ടാണ് റിലീസ് ചെയ്യുന്നത് VR ഗ്ലാസ്സിന്. അപ്പോൾ XRും ARും എന്ന് പറഞ്ഞ ചിപ്സെറ്റൊക്കെ വെച്ചിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെൻഡേഴ്സൊക്കെ പോയിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ടവർക്ക് ഒരു അറിവായിട്ട് നേടുകയാണെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതേപോലെ വേറൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആസൂസ് ഒരു പുതിയൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് മോണിറ്റർ ഈ മാസം റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആസൂസ് ROG Swift Pro എന്നാണ് പേര്. ഇത് എന്തുകൊണ്ടാണ് ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് മോണിറ്റർ എന്ന് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യണത് 540 ഹേർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റാണ് യൂസ് ചെയ്യണത്. അതും 540 ഹേർട്സ് റിഫ്രഷിങ് റേറ്റും. സ്ക്രീൻ സൈസ് വരുന്നത് 24.1 ഫുൾ HD+ൻ്റെ സ്ക്രീൻ സൈസാണ് വരുന്നത്. പോരാത്തതിന് G-Syncും AMDൻ്റെ ഫ്രീസിങ്കും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് മോണിറ്ററും കൂടെയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ പ്രോസസ്സേഴ്സ് കൂടെ ഓവർ ക്ലോക്ക്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ വേറൊരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് മോണിറ്ററാണ് ഈ ആസൂസിൻ്റെ ROG Swift Pro എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ്. റെൻഡേഴ്സ് പോയിട്ട് ഇടുന്നുണ്ട്, പോയിട്ട് കാണാം. ഇഷ്ടപ്പെട്ട ഒരു കണ്ണും പൂട്ടിയിട്ട് പോയിട്ട് മേടിച്ചോ. തീരുമാനം, ഡിസിഷൻ പിന്നാക്ക നോക്കാണ്ട് പോയിട്ട് നേരെ പോയിട്ട് എടുത്തോ. നൂബിയയുടെ റെഡ് മാജിക് 8S Pro Plus എന്ന് പറയുന്ന വേരിയൻറ്റ് ഈ ഒക്ടോബർ 7 അതിൻ്റെ പ്രീ ബുക്കിംഗ് നടക്കാൻ പോകുന്നുണ്ട്. ചൈനയിലാണ് അതിൻ്റെ പ്രീ ബുക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് $1025 അതിൻ്റെ പ്രീ ബുക്കിംഗ് ഇട്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇതൊരു ട്രാൻസ്പാരൻ്റ് എഡിഷനും കൂടെയാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് ലൈറ്റൊക്കെ കത്തും. പിന്നെ അതേപോലെ നമുക്ക് കൂളിംഗ് ഫാനിൻ്റെ അവിടെയൊക്കെ നമുക്ക് സൗണ്ട് ഭയങ്കര കസ്റ്റമൈസബിളൊക്കെ ചെയ്യാൻ പറ്റും. ഞാനൊരു മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 8 സിലിണ്ടറിൻ്റെ സൗണ്ടൊക്കെ പോലത്തെ ഒരു സൗണ്ടാണ് ഈ റെഡ് മാജിക്കിൻ്റെ 8S Pro Plusനൊക്കെ ഇറങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നത്തെ വേരിയൻറ്റ് 8 Pro'നടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതൽ ഇനി പറഞ്ഞിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇത് 24 GB റാമാണ് വരുന്നത്. നമ്മളെ ഒരു നോർമൽ ഗെയിമിംഗ് PC ലാപ്ടോപ്പിനെക്കാട്ടി വലിയ സെറ്റപ്പുള്ള ഒരു സാധനം. 24 GB റാമും 1 TB സ്റ്റോറേജും സ്നാപ്ഡ്രാഗൻ്റെ Gen 2 ഓവർ ക്ലോക്ക്ഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സറും കൂടിയാണ്. OLEDൻ്റെ ഡിസ്പ്ലേ, 6000 mAh ബാറ്ററി, പിന്നെ 6.8ൻ്റെ സ്ക്രീനാണൊക്കെ വരുന്നത്. പിന്നെ 120 ഹേർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റൊക്കെ വരുന്നിട്ട്. പിന്നെ ട്രാൻസ്പാരൻ്റ് എഡിഷനും കൂടെയെന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടൊരു ഫോണും കൂടെയാണ്. റെൻഡേഴ്സൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഇതിൽ. ചൈനയിൽ ഇറങ്ങും, അതേപോലെ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങും. ഇന്ത്യൻ മാർക്കറ്റിൽ എന്തായാലും ഇങ്ങനെ ഇറങ്ങില്ല, അത് വേറൊരു കാര്യം. പക്ഷേ റെൻഡേഴ്സൊക്കെ പോയിട്ട് ഇടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവർ പോയിട്ട് കണ്ണും പൂട്ടിയിട്ട് മേടിക്കുക തന്നെ, വേറെ ഒന്നും നോക്കണ്ട. ഷിയോമിയുടെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയോമി 2 പുതിയ പ്രോഡക്ട്സുകൾ ഈ മാസം റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒന്ന് സ്മാർട്ട് വാച്ചും ഒന്ന് സ്മാർട്ട് ബാൻഡുമാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്മാർട്ട്
വാച്ച് എന്ന് വെച്ചാൽ ഹുവാവി വാച്ച് 2 പ്രോ എന്ന് പറഞ്ഞ 4G നെറ്റ്വർക്ക് വേരിയൻ്റാണ് വരാൻ പോകുന്നത്. അടുത്തത് സ്മാർട്ട് 8 ബാൻഡാണ് വരുന്നത്. ഈ ഒരു ബാൻഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഗ്ലോബൽ വെർഷനാണ് ഇറങ്ങാൻ പോകുന്നത്. ഈ ഗ്ലോബൽ വെർഷനിൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് സാധാരണ ഷിയോമി കൊടുക്കുന്നത് 7 days ആണ് ബാറ്ററി എന്നുണ്ടെങ്കിൽ, ഇവിടെ ഷിയോമി ഒരുപാട് അപ്ഗ്രഡേഷൻ അവർ കൊണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബാറ്ററി is going to be a something outstanding. 16 days ബാറ്ററിയാണ് കൊടുക്കുന്നത്. അതുമാത്രമല്ല 600 nitsൻ്റെ ഡിസ്പ്ലേയും 1.42 ആമോലെഡിൻ്റെ ഡിസ്പ്ലേ അടക്കമാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ടെന്നൊരു ആവശ്യം എനിക്ക് തോന്നണില്ല. പക്ഷേ ഇവിടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയോമി ബാൻഡ് 8 ചെയ്തത് 16 ദിവസത്തെ ബാറ്ററി ലൈഫ്. ഇംപ്രസീവ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ദാറ്റ്സ് ആൻഡ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസൾട്ടാണ് ഷിയോമി ബാൻഡ് 8 കൊടുത്തത്. പുതിയൊരു സന്തോഷ വാർത്ത മാക് യൂസേഴ്സിന് ഐമാക്ക്, മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് എയർ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് 2018 to 2023 വെർഷൻസ് യൂസ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്, മേടിക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മാക് OS sonoma എന്നാണ് പേര്. ഇവന്മാർക്കൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ iPhone 15 Pro നമുക്കിതിൽ വെബ് ക്യാമറ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഒരുപാട് ഡീറ്റെയിൽസുകളുണ്ട്. അപ്പോൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക് OS sonoma പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും. പുതിയ ന്യൂസ് അപ്ഡേറ്റിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. പക്ഷേ ഇതൊരു സന്തോഷ വാർത്തയാണ് ഫോർ ആപ്പിൾ യൂസേഴ്സ്. ഐമാക്ക്, മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് എയർ M2 M1 ചിപ്സെറ്റ് 2018 to 2023 5 years യൂസ് ചെയ്യുന്ന ജനറേഷൻ ലാപ്ടോപ്സിന് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഈ പറഞ്ഞ ലാപ്ടോപ്പിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. പോയിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് റോൾ ഔട്ട് വന്നിട്ട് പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക് ജയൻ്റായ ആസൂസ് എന്ന് പറഞ്ഞ ഒരു സെൻബുക്ക് ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ. ആസൂസ് നിലവിൽ വേൾഡ് ലീഡിങ് കമ്പനിയാണ് ആസൂസ് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ. അവർ മിലിറ്ററി ഗ്രേഡിംഗ് സിസ്റ്റം, അതേപോലെ ഇൻ്റർനാഷണൽ വാറൻറ്റി 2 years ഇൻ്റർനാഷണൽ ഡാമേജ് പ്രൊട്ടക്ഷൻ വാറൻറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ആസൂസിനെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് പനമ്പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മോൾ ഓഫ് എമിറേറ്റ്സ്, ജംബോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷേ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആസൂസ് കമ്പനി ഇന്ത്യയിൽ ഇതിൻ്റെ ഫാക്ടറി തുടങ്ങാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർ തൈവാനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അത് ഇന്ത്യയിലേക്ക് മാറാൻ പോകുന്നുണ്ട് എന്നാണ് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് തോന്നി. ഇവിടെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി യവന്മാരും കൂടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോലി സാധ്യത വളരെ 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 കൂടും. ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. അതാണ് ഇവിടെ വേണ്ടത്. ജോലി സാധ്യത ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് വേണം. പക്ഷെ ഇവിടെ എവിടെയാണ് അവർ ഫാക്ടറി തുടങ്ങുന്ന കാര്യങ്ങളൊന്നും അവർ ഡിസ്കസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഗുജറാത്ത് അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഐ ആം വെരി ഹാപ്പി ഫോർ ഇറ്റ്. അല്ലെങ്കിൽ ഗുജറാത്തിലാണെങ്കിൽ പോലും ഐ ആം വെരി ഹാപ്പി ഫോർ ഇറ്റ്. ആ രീതിയിലേക്ക് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഈസ് going to be absolutely world class leading ഇൻഡസ്ട്രിയിലായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അപ്രോക്സിമേറ്റ്ലി ഒരു 2024 ഓൺവേർഡ്സ് ആയിരിക്കും ഈ ഒരു ഫാക്ടറീൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നായിരിക്കും എൻ്റെ ഒരു പ്രതീക്ഷ. മേ ബി ഒരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇതെൻ്റെ ഒരു നിഗമനമാണ്. ഒരു
മേ ബി ചിലപ്പോൾ അതിന് നേരത്തെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയേ പറ്റും. ഒരുപാട് ആൾക്കാർക്ക് ഈ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി കൊടുത്തേ പറ്റൂ. ഇതേപോലത്തെ ഒരുപാട് കമ്പനികൾ ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ആസൂസ് മാത്രമല്ല, ഡെല്ലി, ഏസർ, HP ഇവരൊക്കെ ഇനി ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഓരോ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് ഒരു കമൻറ്റ് ഒന്ന് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.